നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഇത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. മദ്യപാനമാണോ യഥാർത്ഥ ദുശീലം? പുകവലിയാണോ യഥാർത്ഥ ദുശീലം? ഒന്നുമല്ല. അവരെയും കാട്ടി ഡേഞ്ചറായിട്ട ഒരു സംഭവം കൊണ്ട് കൂട്ടുകാരെ, വേറെ ഒന്നുമില്ല. ഇപ്പം ഏകദേശം എല്ലാ പയ്യന്മാർ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവം നിങ്ങളോടായിട്ട് ഞാൻ പങ്കിടുകയാണ്. നമ്മൾ ഈ ചുണ്ടിൻ്റെ ഇടയിലൊക്കെ ഈ ഷംപൂ, ചൈനി, കൂള് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും വിചാരം ഈ മദ്യപാനോടെ പുകവലിയാണ് ഏറ്റവും വലിയ ദുശീലം എന്ന് വെച്ചാൽ. പക്ഷെ ഒരിക്കലുമല്ല. ഈ ഒരു സംഭവം ഇത് നമ്മൾ ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് ബ്രെയിനിൽ പിടിക്കുന്നതാണ്. നിങ്ങളൊന്ന് ഓർക്കുക, ഈ മദ്യപാനം ദുശീലം തന്നെയാണ്. അത് നമ്മളെ മെമ്മറി, നമ്മളെ ശരീരത്തെ മൊത്തം തകർക്കും. പക്ഷേ ഈ മദ്യം നമ്മൾ കുടിക്കുമ്പോൾ നമ്മളെ കഴുത്തിന് താഴോട്ട് ഇതിനെ നിർവീര്യമാക്കാനും ഒരു പരിധിവരെ നമ്മളെ ബോഡിയെ നിലനിർത്താനും ലിവറും സപ്പോർട്ടിന് ഹാർട്ടും ബാക്കിയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ ഒരു സാധനം ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് ബ്രെയിനിലാണ് പിടിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്കിള് സ്ഥിരം ഈ സംഭവം വെച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, ആളെ പല്ല് കൊഴിഞ്ഞു. നമ്മൾ ഈ ദന്താശുപത്രിക്ക് പോകുമ്പം ഈ പല്ലിൻ്റെ ഒരു അച്ചുണ്ടല്ലോ, അതേപോലെ ഈ മോണയോടങ്ങളായിട്ട് എന്തോ ആയതിന് ആകെ ക്യാൻസർ വന്നില്ല. അതുപോലെ എനിക്കറിയാമെന്നുള്ളൊരു സെക്യൂരിറ്റി പുള്ളിക്കാരൻ സ്ഥിരം ഈ കൂളെന്നുള്ള സംഭവം ഒരു സൈഡല്ല, 1, 2, 3, 4 സൈഡ് വയ്ക്കും. രാവിലെ ചായ കുടിച്ചിട്ട് 4 സൈഡ് വയ്ക്കും. കാപ്പ് കുടിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്ത് കളയും. കാപ്പ് കുടിച്ചിട്ട് വീണ്ടും വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഉണ്ണാ സമയം എടുത്ത് കളയും. ഉണ്ടടിച്ചിട്ട് വീണ്ടും വയ്ക്കും. വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് എടുത്ത് കളയും. ചായ കുടിച്ചിട്ട് വീണ്ടും വയ്ക്കും. ലാസ്റ്റ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ 4 സാധനം വെച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെ അടിക്കുമ്പം ഈ ഒരു സാധനം കാണില്ല, അതൊന്ന് വയറ്റിൽ പോയി. അങ്ങനെ അത് വർഷങ്ങൾ കഴിഞ്ഞു. മോണയിൽ നിന്ന് ആദ്യം ബ്ലഡ് വന്നു, മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു, പല്ലു ഒഴിഞ്ഞു. ഓർത്തിക്കോ ഇതിൻ്റെ വരുന്ന ഫലങ്ങൾ. അത് പോരാഞ്ഞിട്ട് ആൾ RCCയിലൊക്കെ പോയി. പിന്നെ ഒരുത്തൻ ഇത് വച്ച് എൻ്റെ മുഖം കോണിപ്പോയി, വെയിൽ ദ്രവിച്ചു പോയി. ഇത് ഞാൻ കണ്ണിൽ കണ്ട അനുഭവമാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൽക്കഹോളും പ്രശ്നമാണ്, സ്മോക്കിങ്ങും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ പറയും ഈ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവം വരുമെന്ന്. പക്ഷേ അതായത് ഈ ജനിച്ച പിള്ളേർക്ക് വരെ ഇത് ക്യാൻസർ വരുന്നില്ലേ? ഞാൻ വർഷങ്ങളായിട്ട് മദ്യപിക്കുന്നു. അത് ഓരോരുത്തരുടെ ജനിതക അവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ 70 വയസ്സായി ഞാൻ ലിറ്റർ കണക്ക് കുടിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ബോഡിയുടെ ഇതായിരിക്കും. എല്ലാവരുടെ ബോഡിയും ഒരേപോലെ ആവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പം ഒരു സിഗരറ്റ് വലിക്കുന്നതിന് ക്യാൻസർ വരും. ചിലപ്പം 70 വയസ്സ് വരെ വലിക്കുന്നതിന് ക്യാൻസർ വരില്ല. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫിൻ്റെ ഒരു ജനിതക രീതിയാണ്. ഞാൻ പറയുന്നത് നമ്മൾ ജീവിക്കുന്നിടത്തോളം ആരോഗ്യത്തോടെ ജീവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ചുണ്ടിൻ്റെ ഇടയിൽ വയ്ക്കുന്ന സാധനമൊക്കെ നമ്മളവിടെ നിരോധിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്നവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളൊന്നും വേണ്ട, RCCയിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ത് നരക യാതനകളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു പിള്ളേർക്ക് വരുന്നത് വെച്ചാൽ അവരെ ഒരു പാരമ്പര്യം കൊണ്ടും അങ്ങനെ കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ക്ലാസ്സിൽ ഈ സ്മോക്കിങ്ങിന് എനിക്കൊന്നും 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000-ലാണെന്ന് തോന്നുന്നു. സ്മോക്കിംഗ് വെച്ചാൽ ക്യാൻസർ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, ടീച്ചറെ എത്ര സിഗരറ്റ് വെച്ചാൽ ക്യാൻസർ വരും? അവർക്ക് മറുപടി ഇല്ല. കൂട്ടുകാരെ, നമ്മളെ ലൈഫ് ഒന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഈ പുക കാരണം അടുത്തുള്ളവർക്ക് ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഈ ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന സാധനം ഒരു കാരണവശാലും നിങ്ങൾ വെക്കരുത്. ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഇത് നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. തുളസി ഇല, നവരയില, പേരക്കയുടെ ഇല, കുരുമുളക് ഇല. ഇത് സംഭവം നിങ്ങൾക്ക് ആ ടെൻഡൻസി പെട്ടെന്ന് നിർത്താൻ പറ്റില്ലെങ്കിലും ആ ടെൻഡൻസി തോന്നുന്ന സമയത്ത് ഇത് ചുരുട്ടി തുളസി അതെടുത്ത് വയ്ക്കുക. അത് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള അണുബാധയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുളസി അല്ലെങ്കിൽ അത് നിർവീര്യമാക്കും. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതല്ല, തുളസിയുടെ ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബ്രെയിനിലോട്ട് പോവുകയും ചെയ്യും. ഈ സാധനമൊക്കെ വയ്ക്കുമ്പോൾ ഫുള്ള് ബ്രെയിൻ മൊത്തം ഡൗൺ ആവുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ ഒരു ഉന്മാദവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രശ്നമാണ്.
അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത് കാണുന്നവർ പറയും ആദ്യം നീ പോയി നിർത്താൻ പറയും. കൂട്ടുകാരെ, ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് നിർത്താൻ പാടില്ല, പറ്റില്ലെങ്കിലും ക്രമേണ അത് നിർത്തുന്നത് നല്ലതായിരിക്കും. ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല, നമ്മളെ മൊത്തത്തിൽ തകർക്കും. മനസ്സിലാവുന്നുണ്ടോ? ആൽക്കഹോൾ നമ്മളെ കഴുത്തിൻ്റെ താഴോട്ട് ഉള്ള ഒരുപാട് പാർട്സുകളുണ്ട്. അത് പ്രശ്നമാണ്, ഭാവിയിൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് ഡയറക്റ്റ് ബ്രെയിൻ പ്രശ്നമാണ്, മെൻ്റലാവും. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. മനുഷ്യന് പറ്റാത്ത ഒന്നുമില്ല. എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. ഓക്കെ, താങ്ക് യു.